ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. നല്ലോണം പൂക്കാനും പിന്നെ നല്ല വേരൊക്കെ ഉണ്ടാവാനും നല്ല ഉഷാറായി വളരാനും വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. പിന്നെ അതിലേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സമയത്ത് ഈ വെള്ളീച്ച പോലുള്ള ഒരു സാധനം, നല്ല ചൂടാണല്ലോ, വെള്ളീച്ച പോലുള്ള ഒരു സാധനം, വെളുത്ത ഒരു പാറ്റ നമ്മൾ അങ്ങനെ വല്ലാതെ കാണൂല. അത് ഈ ലീഫിൻ്റെ അടിയിലൊക്കെ വന്ന് ഇങ്ങനെ പറ്റി പിടിച്ച് നമ്മളെ മുട്ടുകളും പിന്നെ പൂവുകളൊക്കെ തിന്ന് അതിങ്ങനെ നുരുമ്പിയിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഈ ഉറുമ്പ് വന്നിട്ട് നമ്മളെ പ്ലാന്റൊക്കെ നശിപ്പിക്കും. ഉറുമ്പ് ആ ഒരു പാറ്റ വന്ന് പറ്റിയിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പാണ് അതിൻ്റെ അടുത്തേക്ക് വരിക. അതവിടെ പറ്റിയിരിക്കുമ്പോൾ ഉറുമ്പ് വന്നിട്ട് ഉറുമ്പും അവിടെ കൂടുകൂട്ടും. അങ്ങനെ നമ്മളെ ഈ കറുത്ത ഉറുമ്പും ചോണലുറുമ്പും ഒക്കെ വന്നിട്ട് നമ്മളെ പ്ലാന്റുകളൊക്കെ നാശമാക്കും. അപ്പോൾ ആ നാശമാക്കണതിന് നമ്മൾ നല്ലൊരു അടിപൊളി വളമാണ് കൊടുക്കുന്നത്. പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റൊക്കെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, കുഴപ്പമില്ല. നമ്മളെ കടലാസ് പൂവൊക്കെ ഇപ്പോൾ നല്ലോണം പൂക്കൽ തുടങ്ങി. പൂവൊക്കെ കൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ലീഫ് കാണാതെ പൂക്കൽ തുടങ്ങിയിട്ടോ, കാണുന്നില്ലേ? അപ്പോൾ അതും കൂടി ഞാൻ ആ കൂട്ടത്തിലൊന്ന് കാണിച്ചു തന്നതാണ്. അടിപൊളിയായിട്ട് പൂത്തക്കണം കേട്ടോ. ഞാൻ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം ഏതാണ് നേരത്തെ ഒന്ന് കണ്ടോളി. ഇത് കഞ്ഞിവെള്ളമാണ്, തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഈ കഞ്ഞിവെള്ളം കൊടുത്തിട്ടുണ്ടെന്ന് ഇതിൽ ഞാൻ ഒന്നും കൂടി ചേർക്കുന്നുണ്ട്. ഈ കഞ്ഞിവെള്ളം കൊടുത്താൽ എന്താണുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ വെള്ളീച്ച പോലെയുള്ള പാറ്റകൾ നമ്മളെ പ്ലാന്റിൽ വല്ലാതെ വരൂല. വരൂല്ല. നമ്മളെ പ്ലാന്റിന് നല്ല ഈ ചൂടത്ത് നല്ലൊരു തണുപ്പാണല്ലോ, നല്ലൊരു കൂളിങ് കിട്ടും. നമ്മളിപ്പോൾ ഈ ചൂടത്ത് AC ഒക്കെ ഇട്ട് കിടക്കണ മാതിരി തന്നെയാണ് ഈ പഴയ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് നമ്മളെ പ്ലാന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിനും തന്നെ നല്ലൊരു കൂളിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിനൊരു പാത്രം കഞ്ഞിവെള്ളമാണ് ബക്കറ്റിൽ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാവെള്ളമാണ് കേട്ടോ. തേങ്ങാവെള്ളം പുളിച്ചതാണ്. തേങ്ങ നമ്മൾ പൊട്ടിക്കുമല്ലോ, നമ്മൾ ഇപ്പോൾ നോമ്പൊക്കെ ആയപ്പോൾ നമ്മൾ തേങ്ങ ആട്ടുമല്ലോ, അപ്പം എടുത്തുവെച്ചാൽ തേങ്ങാവെള്ളമാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാവെള്ളം എടുത്ത് കരുതി വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 1/4 പാത്രം കേട്ടോ. ഒരു പാത്രം കഞ്ഞി വെള്ളത്തേക്ക് ഒരു 1/4 പാത്രം തേങ്ങാവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തികച്ച കാലം തന്നെ ഇല്ല, എന്നാലും ഉണ്ട്, അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തേക്കല്ല ചേർക്കുന്നത്. അതും കൂടി ഞാൻ അതിലേക്ക് പാർന്നിട്ട് ഒരു 3/4 ബക്കറ്റ് വെള്ളം ആക്കിയിട്ട് നല്ലോണം നേർപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു 15 ലിറ്ററോളം വെള്ളം ആക്കുന്നുണ്ട്. നല്ലോണം നേർപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഓർക്കിഡിനല്ല, ഞാൻ മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു പ്ലാന്റിന് മാത്രം നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ മറ്റുള്ള പ്ലാന്റിൽ എന്തെങ്കിലും പ്രാണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മളെ ഓർക്കിഡ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും നമ്മളെ അടുത്തുള്ള ഈ ചെടികൾ കംപ്ലീറ്റ് ഞാൻ അത് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ടും അത്യാവശ്യം നിറമൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ല, അതിനൊരു ഏകദേശം 3/4 ബക്കറ്റോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതൊരു തുണി വെച്ചിട്ടാണ് ഞാൻ അരിക്കണത് കേട്ടോ. ഞാൻ അരിച്ചിട്ട് അതിന് 5 ലിറ്ററിൻ്റെ സ്പ്രെയറാണ്, അതിൽ നിറച്ചും ഞാൻ ആ തുണി വെച്ച് അരിച്ച് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ട്, കുറച്ചും കൂടി നമ്മൾ അതിൽ തന്നെയാണ് ഒഴിച്ചിട്ട് നല്ലോണം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താത്തുമ്പോൾ ഭയങ്കര ഒരു ടൈറ്റ് പോലെ കാരണം ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടേ. എന്നിട്ട് നമ്മളത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എല്ലാ ചെടികളും നല്ലോണം വെള്ളം നനച്ച് കൊടുത്തിരുന്നു കേട്ടോ. എല്ലാ ചെടികളും നല്ലോണം വെള്ളം നനച്ച് കൊടുത്തിരുന്നു. എന്നിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യണത് കേട്ടോ. അത്യാവശ്യം എല്ലാത്തിനും മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ഗുണം തന്നെയാണ്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ മുട്ടുകളൊക്കെ വരും. ഇപ്പോൾ എല്ലാത്തിലും മുട്ട് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ പൂക്കളും ഉണ്ട്. ഇതൊക്കെയാണ്. എന്തൊരു സ്മെല്ലാണത് അറിയോ? നമ്മളെ റിങ്കോ സ്റ്റൈലിഷ് വെള്ള പണ്ട് ഷിയാദിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചതാണ് കേട്ടോ.
നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് പോയി. അത്യാവശ്യം എല്ലാം പൂവിട്ടിട്ടുണ്ട്. ഒക്കെ താന്ന് കിടക്കുകയാണ്. ഞാൻ ആ സ്പ്രേയറിലാണ് വെള്ളം നനച്ചു കൊടുക്കലേ. അപ്പോൾ പിന്നെ എന്താ അതിന് പറയുക, നമ്മൾ സ്പ്രിങ്ക്ലർ എന്തോന്നുണ്ടല്ലോ, അതിൽ നിന്നാണ് വെള്ളം നനച്ചു കൊടുക്കൽ. അപ്പോൾ പൂക്കളൊക്കെ അധികം അതിമക്ക് വെള്ളം നിന്നിട്ടേ ഒന്ന് താന്ന് കിടക്കും. പക്ഷെ നല്ല ചൂടല്ലേ, കുറച്ച് കഴിയുമ്പോൾ അത് പൊങ്ങും ചെയ്യും കേട്ടോ. നമ്മളെ ഇബിക്ക് പൂത്തതാണ് അത് കേട്ടോ. മൊത്തത്തിൽ എല്ലാ പ്ലാന്റും ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാതും നമ്മൾ നല്ലോണം നനച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് എല്ലാ പ്ലാന്റും ഒന്നാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട്. എൻ്റെ പ്ലാന്റൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം മൊത്തത്തിലൊന്ന് കാണിച്ച് തരുന്നത് കേട്ടോ. ലീഫിലും തണ്ടിലും ഞാൻ ഫെനലോപ്സിസ് വിചാരിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല കേട്ടോ. മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഫെനലോപ്സിസാണ്, ഡെൻഡ്രോബിയും ഫെനലോപ്സിസും എല്ലാ പ്ലാന്റും കേട്ടോ. ഒരു പ്ലാന്റ് എന്നൊന്നുമല്ല, എല്ലാത്തിലും മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.